ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് AICC ആസ്ഥാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തി വന്ദേ മാതരം ആലപിച്ചപ്പോൾ അത് മുഴുവനായി പാടിക്കഴിഞ്ഞപ്പോൾ അതിൽ അമർഷവുമായി വന്ന രണ്ട് പേരാണ്. മല്ലികാർജുൻ ഖാർഗെയും സോണിയാ ഗാന്ധിക്കുമാണ് അമർഷം ഉണ്ടായത്. പാടിക്കൊണ്ടിരുന്ന പാട്ട് പകുതി വെച്ച് നിർത്താൻ വരെ അവർ ആജ്ഞാപിക്കുകയാണോ? എന്നാൽ ഇതൊന്നും അറിയാതെ രാഹുൽ ഗാന്ധി ആ പാടുന്ന അതായത് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അത് എങ്ങനെയാണോ അതേപോലെ ആലപിക്കുകയായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി. ഇത്രയേറെ നമ്മുടെ വന്ദേ മാതരത്തെ പാടാൻ പറ്റില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി പുറമെ പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷേ ഈ ഒരു സമയത്ത് വന്ദേ മാതരം ഒരേപോലെ അതേ ഈണത്തിൽ ആസ്വദിച്ച് പാടുകയായിരുന്നു രാഹുൽ ഗാന്ധി. മുൻപതിൽ തന്നെ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ വരെയും കടത്തി വെട്ടിക്കൊണ്ടാണ് നമ്മുടെ സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെയും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. വന്ദേ മാതരം ഇവിടെ പാടണ്ട, മുഴുവൻ പാടണ്ട എന്നുള്ളത്. അതായത് ശരിക്കും വന്ദേ മാതരം പാടിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. രണ്ടുപേര് മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ രണ്ടുപേര് മാത്രമേ പാടാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ കേരളത്തില് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ സർക്കാർ നമ്മുടെ സർക്കുലർ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ. അതായത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ എല്ലാം തുടക്ക സമയത്തും അല്ലെങ്കിൽ അവസാന സമയത്തും ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്ദേ മാതരം ആദ്യം പാടിയ ശേഷം മാത്രമേ ദേശീയ ഗാനമായി ജനഗണമന പാടാൻ പാടുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തില് അപ്പാടി വന്ദേ മാതരത്തെ വെട്ടി മാറ്റുകയാണ് ചെയ്തത്. അതായത് അനാദരവ് കാണിക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ കോൺഗ്രസ് വന്ദേ മാതരത്തെ അനാദരവ് കാണിച്ചപ്പോൾ അവിടെ AICC സ്ഥാനത്ത് അതായത് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നടന്നത് വന്ദേ മാതരം പാടിക്കൊണ്ടിരുന്നപ്പോൾ നിർത്താൻ പറയുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ റൂൾ വെച്ചിട്ട് വന്ദേ മാതരത്തെ അനാദരിച്ചാൽ 3 വർഷം തടവും നല്ല പിഴയുമാണ് ശിക്ഷ. അപ്പോൾ ഈ തടവും ഈ പിഴയും അതായത് സോണിയാ ഗാന്ധിയിൽ നിന്നും മല്ലികാർജുൻ ഖാർഗെയിൽ നിന്നും ഈടാക്കുമോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ എതിർക്കുന്നത്? ആദ്യ കാലഘട്ടങ്ങളിൽ അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് വിപ്ലവ ഗാനമായിട്ട് അവിടെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും നെഞ്ചോട് ചേർത്ത് പാടിയിരുന്ന ഈ ഒരു വിപ്ലവ ഗാനമായ വന്ദേ മാതരം ഇപ്പോൾ മാത്രം കേൾക്കുമ്പോൾ ഇവർക്ക് പൊള്ളുന്നത് എന്താണ്? സോണിയാഗാന്ധിയൊക്കെ ഇങ്ങനെ കാണിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് അതായത് സോണിയാഗാന്ധി കുറച്ച് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അതായത് രാജീവ് ഗാന്ധിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമ്മുടെ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് സ്വതന്ത്രമായ ഇന്ത്യയിൽ ആ ഒരു സമയത്ത് ജവഹർലാൽ നെഹ്റു നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഈ വന്ദേ മാതരം എന്ന ഗാനം മുഴുവനായിട്ട് ആലപിച്ചിരുന്നു. അന്ന് ആലപിച്ചിരുന്നതിന്റെ കാര്യം തന്നെ ഇന്നത്തെ നിങ്ങൾ കൂട്ടുപിടിക്കുന്ന മുസ്ലിം ലീഗ് എന്ന സംഘടന ഉണ്ടല്ലോ, ഒരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി നെഹ്റുവിന്റെ കണ്ണിലെ കരടായിരുന്നു. അന്ന് ജവഹർലാൽ നെഹ്റു അതിനെ ചത്ത കുതിര എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ചത്ത കുതിരയായിട്ട് കൂട്ടുപിടിക്കാൻ നെഹ്റുവിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് അലി ജിന്ന സ്വന്തമായിട്ട് തങ്ങൾക്ക് ഒരു രാജ്യം വേണം, മതരാജ്യം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം അതിനെ വേണ്ട എന്ന് പറയുകയാണ് ചെയ്തതെങ്കിലും പിന്നീട് രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ കൊലപാതകങ്ങളും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യലും അതായത് അമുസ്ലിങ്ങളായ അവരുടെ ഭാഷയിൽ പറഞ്ഞ കാഫിറുകളുടെ വീടുകളെ തീ വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ അക്രമാസക്തമാണെന്ന് തെളിയിച്ച് തങ്ങൾക്ക് വേറൊരു രാജ്യം വേണം, തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എന്നാൽ ശരി നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് പൊക്കോ എന്ന രീതിയിലാണ് നമ്മുടെ അന്നത്തെ ജവഹർലാൽ നെഹ്റു അതായത് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത്. അന്ന് ആ തീരുമാനമെടുത്തത് മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു, ലൂയിസ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. ലൂയിസ് മൗണ്ട് ബാറ്റൺ ആ തീരുമാനം എടുത്തോടുകൂടി തന്നെ നമ്മുടെ ഈ വിഭജന സമരത്തെ അല്ലെങ്കിൽ വിഭജന ദിനത്തെ മൗണ്ട് ബാറ്റൺ അല്ലെങ്കിൽ മൗണ്ട് പ്ലാൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ കഥയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദ് മഠ് എന്ന തൂലികയിൽ വിരിഞ്ഞതാണ് ഈ വന്ദേ മാതരം. ഇവർ പറയുന്നത് ഇത് ബഹുദൈവ ആരാധന ഉള്ളവർക്ക് മാത്രമാണ് ഇത് പറ്റുള്ളൂ, ഏകദൈവ വിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ദേവി ദേവന്മാരുടെ പേര് അത് കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹു ആരാധന ദൈവങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ പാട്ട് രചിച്ചിരിക്കുന്നത്, അല്ലാതെ ഇത് ഏകദൈവങ്ങൾക്ക് പറ്റിയതല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഏകദൈവങ്ങളും ബഹുവിശ്വാസികളും എല്ലാം ഈ പാട്ട് നെഞ്ചോട് ചേർത്ത് പാടിയിരുന്നു. അവരുടെ മനസ്സിൽ ഈ പാട്ട് ദേശീയ ഗീതമാണ്, അല്ലാതെ ഇതൊരു മതസ്പർദ്ധ വളർത്തുന്ന അല്ലെങ്കിൽ മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ആർക്കെങ്കിലും ഈ പാട്ട് പാടി മുറിവേൽക്കുന്നു അന്ന് അങ്ങനെ ഒരു ചിന്താഗതിയൊന്നുമില്ല. പക്ഷെ അന്നത്തെയും ഇന്നത്തെയും കോൺഗ്രസിന്റെ അന്തരവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ന് വന്ന് നിൽക്കാൻ പറ്റില്ല. പക്ഷേ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അന്ന് ചത്ത കുതിരയായ മുസ്ലിം ലീഗിന്റെ കൂട്ടുപിടിക്കണേക്കാൾ ഭേദം നമുക്കത് വേണ്ടാന്നായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കീഴില് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വന്ദേ മാതരമുള്ള നമ്മുടെ ദേശീയ ഗീതത്തെ ഒന്നും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം കോൺഗ്രസിന്റെ അന്നത്തെ ആദ്യകാല സമ്മേളനങ്ങളും മീറ്റിങ്ങിലും എല്ലാം തുടക്കകാലത്ത് ഈ വന്ദേ മാതരമായിരുന്നു പാടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് എത്തി നിൽക്കുമ്പോൾ അതായത്
പറഞ്ഞു വരുമ്പോൾ സോണിയാഗാന്ധി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ്, അങ്ങനെ ഇറ്റലിക്കാരിയാണ്. ആ ഇറ്റലിക്കാരിയാണ് ഇങ്ങോട്ട് വന്നേ. ഒരു ഇറ്റലിക്കാരി മദാമയ്ക്ക് നമ്മുടെ രാജ്യസ്നേഹം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് ഈ സോണിയാഗാന്ധിയാണ് തിരിച്ചടിക്കാൻ പാടില്ല, തിരിച്ചടിക്കണ്ട, നമ്മൾ സമാധാനപരമായിട്ട് നിൽക്കണം എന്ന് അമേരിക്കക്കാര് സോണിയാഗാന്ധിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ ഓച്ചാൻസിൽ നിന്ന് ആളാണ് ഈ സോണിയാഗാന്ധി എന്ന് പറയുന്നത്. ഒരു ഇറ്റലിക്കാരി എന്തോ ആവട്ടെ, ഒരാൾക്ക് ഇഷ്ടം തോന്നി പല നാട്ടിൽ നിന്നും രാജ്യത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ഇറ്റലിക്കാരി പതിയെ പതിയെ ഇന്ത്യയിലേക്ക് കയറി വന്ന് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ഇന്ത്യയിൽ തന്നെ ഒറ്റക്കൊടുക്കുന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങുമ്പോൾ ആ ഇറ്റലിക്കാരിക്ക് നല്ല രീതിയിൽ തക്കതായ ശിക്ഷ കൊടുക്കേണ്ടത് ഇന്നത്തെ ഇന്ത്യ നിയമത്തിലൂടെ കർശനമായ ശിക്ഷ കൊടുക്കേണ്ടതാണ്. കാരണം ആദ്യം ആ ഇറ്റലിക്കാരി ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ മൗനമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. പിന്നീട് വന്നൊരു കാര്യമുണ്ട്, 2026 വന്നൊരു കാര്യമുണ്ട്, വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു. ആ മുംബൈ അറ്റാക്ക് നടക്കാൻ കാരണം തന്നെ ISIS കോൺഗ്രസും തമ്മിലുള്ള ഒരു അജണ്ടയും പ്രൊപ്പഗൻഡയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അതിനൊന്നും ഈ ഇറ്റലിക്കാരുടെ മക്കളും ഒരക്ഷരം അക്ഷരം മിണ്ടിയില്ല, അത് തിരസ്കരിച്ചില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞില്ല, അയാളുടെ ആർഗ്യുമെന്റിനെ തെറ്റാണെന്ന് പോലും പറയാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇവർ പറയുന്നത് ഈ കേവലം ഒരു വന്ദേ മാതരം മുഴുവൻ പാടി കേൾക്കുമ്പോൾ തീർത്തും സമാധാനപരമായിട്ട് ബാക്കിയുള്ളവരെല്ലാം അത് ലയിച്ചിരിക്കുന്ന സമയത്ത് ഏകകണ്ഠമായി പാടുന്ന സമയത്ത് ഇതൊന്നും തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയുമാണ് ഇതിനെ എതിർത്ത് സംസാരിച്ചത്. മല്ലികാർജുൻ ഖാർഗെ എന്തിനാണ് എതിർക്കുന്നത്? സോണിയാഗാന്ധി പിന്നെ വല്ല നാട്ടിൽ നിന്ന് വന്ന നമ്മളുടെ മദാമയാണെന്ന് പറയാം, അതേപോലെ എന്താണ് ഇറ്റലിക്കാരിയാണെന്ന് പറയാം. എന്താണ് മല്ലികാർജുൻ ഖാർഗെ എതിർക്കാനുള്ള കാര്യം എന്താണ്? ഇവരെക്കാൾ എത്രയോ അതായത് രാഷ്ട്രീയ അറിവും പരിജ്ഞാനവും ഉള്ള ആളാണ്. പക്ഷെ ആ രാഷ്ട്രീയ അറിവും പരിജ്ഞാനവും ഉള്ള ആള് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം പ്രീണനത്തിന്റെ കാൽക്കീഴ് കൊണ്ട് വയ്ക്കാൻ നോക്കുന്നത്? മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണോ? അതോ നമ്മൾ കേട്ടൊരു കാര്യമുണ്ടായിരുന്നു, VD സതീശൻ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഇനി വയനാട് ഒന്ന് വന്നു നോക്കൂ, ഇനി അടുത്ത പ്രാവശ്യം നിന്ന് നോക്കൂ, നിങ്ങൾ ജയിക്കില്ല, അടുത്ത ബംഗാൾ പോലെ ആകും, അതാകും ഇതാകും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയർത്തിയിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാറി മാറി MP ആയി മത്സരിച്ച സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. ആ വയനാട് മാത്രം അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുത്തകയായിട്ടുള്ള ഒരു നല്ല സീറ്റും വോട്ട് ബാങ്കും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വയനാട് തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പ്രീണനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രീണനം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ അവിടെ വിജയിച്ചു വരുന്നത്. ഇല്ലെങ്കിൽ ഇവർ അവിടെ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കേവലം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ ഇത്രത്തോളം അപമാനിക്കുന്ന രീതിയിൽ കാണിക്കേണ്ട കാട്ടായം ഇവർക്ക് എന്താണുള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗീതത്തെ ഇത്രത്തോളം അപമാനിക്കുന്ന രീതിയിൽ ഇവർ ബിഹേവ് ചെയ്യുന്നത്? പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ മാതാവാണ് ഇങ്ങനെ ഒരു കാട്ടായം കാണിക്കുന്നത്. തീർത്തും അപലപനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്രത്തോളം വന്ദേ മാതരം എന്നുള്ള നമ്മുടെ ദേശീയ ഗീതത്തെ അപമാനിക്കാൻ പാകത്തിന് എന്താണ് ഇവരുടെ പ്രശ്നം? ഇതേ പ്രശ്നം പഹൽഗാമില് മതം ചോദിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ഇവർ ആരെങ്കിലും അപലപിച്ചോ? അപ്പോഴൊന്നും ഇവർ അപലപിച്ചില്ലല്ലോ. മതം ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞ് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ 26 സഹോദരന്മാരെ പഹൽഗാമിൽ വന്ന് കൊന്നു കഴിഞ്ഞപ്പോൾ അതും വളരെ മോശമായ രീതിയിലാണ് മതം ചോദിച്ച് അവരുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ചിട്ട് ഭർത്താക്കന്മാരെ വെടിയുതിർത്ത് കൊന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ ട്രോമ അവർക്ക് ഈ ജീവിതത്തിൽ കിട്ടാനില്ല. പക്ഷെ അന്നും ഇവർ ചോദിച്ചത്, അതായത് പാർലമെന്റ് ചോദിച്ചത്, എത്ര ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര നമ്മളുടെ വിമാനമാണ് തകർന്നു വീണത്, യുദ്ധവിമാനത്തിനാണ് പരിക്കേറ്റത്, അല്ലെങ്കിൽ യുദ്ധവിമാനം നശിച്ചു പോയി എന്നാണ് ചോദിച്ചത്. അല്ലാതെ നമ്മൾ തിരിച്ചടിച്ചതിന്റെ ഒരൊറ്റ കണക്കും ഇവർക്ക് അറിയേണ്ട ഒരു കാര്യവുമില്ല. പാകിസ്ഥാൻ എന്ത് നഷ്ടമുണ്ടായി എന്നുള്ള കണക്കെടുക്കാൻ നടക്കുന്ന മെയിൻ ബിനാമിയായിരുന്നു അന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അനുജത്തി പ്രിയങ്ക ഗാന്ധി, ബാക്കി എല്ലാവരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഒറ്റുകാരാരാണ്? അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചു വന്നിരിക്കുന്ന കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു അപലപനീയമായ ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടേണ്ടത് അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ഓരോ ഇന്ത്യൻ ജനതയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതത്തെ ഇവർ ഇത്രമാത്രം അപമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ദേശീയ ഗീതമാണ്, ഏത് പാർട്ടിയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ ഈ തന്നെ ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ എവിടെയാണ് നീതി നടപ്പാക്കുക? ഇത് കർശനമായിട്ട് ഇതിനെതിരെ നടപടി എടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഒരിക്കലും ഒരാളും വന്ദേ മാതരത്തെ അനാദരവ് കാണിക്കാൻ പാടില്ല. അത് സാധാരണക്കാരനായാലും കൊമ്പത്തെ ആളായാലും ആരായാലും, മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും അതേപോലെ പ്രധാനമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും അല്ലെങ്കിൽ
ഏതെങ്കിലും പാർട്ടിയുടെ സെക്രട്ടറി ആയാലും പ്രതിപക്ഷ നേതാവിന്റെ മാതാവായാലും ആരായാലും നമ്മുടെ വന്ദേ മാതരവും അതായത് നമ്മുടെ ദേശീയ ഗീതവും നമ്മുടെ ദേശീയ ഗാനത്തെയും നമ്മുടെ ഇന്ത്യയെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറാൻ പാടില്ല. പെരുമാറിക്കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് ശിക്ഷ എന്താണോ ആ കടുത്ത നടപടി തന്നെ അവർക്ക് കൊടുത്ത് മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുന്നു.